വന്യമൃഗങ്ങൾ കാടിറങ്ങി നാട്ടിലെത്തി മനുഷ്യരെ ഭീതിയിലാഴ്ത്തുന്ന സംഭവങ്ങൾ അടുത്തിടെയായി കൂടി വരികയാണ്. വല്ലപ്പോഴും മാത്രം കേട്ടിരുന്ന കാട്ടാന ആക്രമണവും പുലിപ്പേടിയും കടുവയുടെ ആക്രമണവുമൊക്കെ ഇന്ന് നിത്യസംഭവങ്ങളായി മാറിയിരിക്കുന്നു. കാട്ടാനയുടെയും കടുവയുടെയും ആക്രമണത്തിന് ഇരയായി നിരവധി പേർക്ക് ജീവൻ നഷ്ടമായതോടെ വന്യജീവി ആക്രമണം തടയണമെന്നാവശ്യപ്പെട്ട് ജനരോഷം പുകയുകയാണ്. വയനാട് വാകേരി മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മൂടക്കൊല്ലി സ്വദേശി ശ്രീജിത്തിൻ്റെയും ശ്രീനീഷിൻ്റെയും ഉടമസ്ഥതയിലുള്ള പന്നി ഫാമിലെ 2 പന്നികളെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. ഇന്ന് പുലർച്ചെ കമ്പിവല തകർത്താണ് കടുവ ഫാമിൽ കയറിയത്. 1 മാസത്തിനിടെ 3 തവണയാണ് ഇതേ ഫാമിൽ കടുവയുടെ ആക്രമണം ഉണ്ടായത്. നേരത്തെ 6 പന്നികളെയും 20 പന്നിക്കുഞ്ഞുങ്ങളെയും കടുവ കൊന്നിട്ടുണ്ടായിരുന്നു. അതേസമയം വനം വകുപ്പ് ക്യാമറകളും 2 കൂടുകളും പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം പരാജയപ്പെടുകയായിരുന്നു. ഈ കടുവ തന്നെയാണ് ഇന്നും ആക്രമിച്ചതെന്നാണ് അനുമാനം. കൂട് വെച്ചിട്ടും കടുവയെ പിടികൂടാനാകാതെയായതോടെ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസം ചെതലയത്ത് പശുവിനെ കടുവ ആക്രമിച്ചിരുന്നു. വയനാട് പനമരം ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കരടിക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. സന്ദർഭവും സാഹചര്യവും ഒത്തുവന്നാൽ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് വനംവകുപ്പിൻ്റെ ശ്രമം. അതിനിടെ കരടി പനമരത്തെത്തിയ CCTV ദൃശ്യവും പുറത്തു വന്നിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കൂടാതെ 2 ദിവസം മുന്നേ കാരക്കമല പ്രദേശത്ത് വീട്ടിൽ കയറുകയും ഒരു കട തകർക്കുകയും ചെയ്തു. കരടിയുടെ ആക്രമണം വർദ്ധിക്കുന്നതോടെ ആളുകൾ രോഷാകുലരായി നിൽക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇവിടെ നിന്ന് 7 കിലോമീറ്റർ അകലെയുള്ള പനമരം ടൗണിൽ കരടി എത്തിയത്. ടൗണിലെ ഒരു കടയിലെ CCTVയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത്. ജനവാസ കേന്ദ്രത്തിൽ കരടിയിറങ്ങി ദിവസങ്ങൾ പിന്നിട്ടെങ്കിലും 2 ദിവസം മുന്നെയാണ് ആദ്യമായി നാട്ടുകാർ പകൽ വെളിച്ചത്തിൽ കരടിയെ കണ്ടത്. മയക്കുവെടി വിദഗ്ധരും RRT അംഗങ്ങളും ഉൾപ്പെടുന്ന ദൗത്യസംഘം പനമരം പുഴയോരത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ജനവാസ കേന്ദ്രത്തിൽ കരടിയിറങ്ങി 3 ദിവസം പിന്നിട്ടെങ്കിലും കരടിയെ പിടികൂടാൻ കഴിയാത്തതിൽ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. എന്നാൽ കരടിയും പുലിയും കാട്ടാനയും കടുവയും മാത്രമല്ല, കോഴിക്കോട് മുക്കത്ത് വീട്ടുവളപ്പിൽ നിന്നും പെരുമ്പാമ്പിനെയും പിടികൂടി. മുക്കം അഗസ്ത്യമൊഴി തടപ്പറമ്പിലെ വീട്ടുവളപ്പിൽ നിന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. വീട്ടുകാർ വിറകെടുക്കാൻ ചെന്ന സമയത്താണ് പെരുമ്പാമ്പിനെ കണ്ടത്. ഉടനെ വനംവകുപ്പിനെ വിവരമറിയിക്കുകയും വനംവകുപ്പിന് കീഴിലുള്ള RRT വളണ്ടിയറും മുക്കം സന്നദ്ധസേന വളണ്ടിയറുമായ കബീർ കള്ളന്തോട് എത്തി പാമ്പിനെ പിടികൂടി താമരശ്ശേരി RRTക്ക് കൈമാറുകയായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.